ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് കോടതി പറഞ്ഞത് പോലീസിന് തിരിച്ചടിയോ? ഒരു വ്യക്തി എന്ത് പറഞ്ഞുവെന്നത് ഒരു വിഷയം തന്നെയാണ്. അത് എത്ര വലിയ രീതിയിൽ സമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്നതും വലിയൊരു വിഷയമാണ്. അയാൾക്കെതിരെ കേസ് എടുക്കണമോ അന്വേഷണം നടത്തണമോ എന്നത് മറ്റൊരു വിഷയം. പക്ഷേ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് നിയമം പാലിച്ചോ എന്നത് അതിലും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടെന്നതുകൊണ്ട് മാത്രം അയാളെ എങ്ങനെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമില്ല. ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം CJM കോടതി നടത്തിയ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. കോടതി പറഞ്ഞത് വളരെ വ്യക്തമാണ്. നോട്ടീസ് നൽകാതെ നടത്തിയ അറസ്റ്റ് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുമാത്രമല്ല, അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് നൽകാതിരിക്കാൻ മതിയായ കാരണം പോലീസിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ച് ടി.ജി. മോഹൻദാസ് നടത്തിയതായി പറയപ്പെടുന്ന പരാമർശങ്ങളാണ് വിവാദമായത്. അദ്ദേഹത്തിന്റെ വീഡിയോയിലെ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും ബലാത്സംഗത്തെ സംബന്ധിച്ചും നടത്തിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാമർശങ്ങൾ വലിയ വിമർശനത്തിന് കാരണമായി. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം വെടിവെച്ച് കൊല്ലണമെന്നും അവരുടെ ശവങ്ങൾ കൂട്ടമായി എടുത്തുകൊണ്ട് പോകണമെന്നുമാണ് ആദ്യം ടി.ജി. മോഹൻദാസ് പറഞ്ഞത്. അടുത്ത് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കണമെന്നും ആ ബലാത്സംഗം അവിടെ സമരം ചെയ്യുന്നവർ ആസ്വദിക്കുമെന്നാണ് ടി.ജി. മോഹൻദാസ് തന്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത്. ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന വർഗീയവാദികളെ തീർച്ചയായും പോലീസ് അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. പക്ഷേ അത് കൃത്യമായ നോട്ടീസ് നൽകി കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി വേണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വർഗീയവാദികൾ വീണ്ടും പുറത്തിറങ്ങും എന്നതിനുള്ള തെളിവാണ് ടി.ജി. മോഹൻദാസിന്റെ കാര്യം. ഈ സംഭവം വിവാദമായതോടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് സൈബർ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതിന്റെ നിയമപരമായ ആവശ്യകതയെക്കുറിച്ചുള്ള ചോദ്യം കോടതിയിലെത്തിയത്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാകുന്നത്. കാരണം കോടതി പറയുന്നത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ സാധാരണയായി നോട്ടീസ് നൽകുകയാണ് നിയമപരമായ രീതി. അറസ്റ്റ് ഒരു സാധാരണ നടപടിയല്ല, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നേരിട്ട് ബാധിക്കുന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പോലീസ് വ്യക്തമാക്കിയതുണ്ട്. പ്രതി ഒളിവിൽ പോകുമോ, തെളിവുകൾ നശിപ്പിക്കുമോ, അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമോ? ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ആവശ്യമായി വരാം. പക്ഷേ അതിന് വ്യക്തമായ കാരണം വേണം. ഇതാണ് കോടതിയുടെ പ്രധാന നിരീക്ഷണം. ടി.ജി. മോഹൻദാസ് നോട്ടീസ് നൽകിയാൽ അദ്ദേഹം ഒളിവിൽ പോകുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല. അയാൾ ഒളിവിൽ പോകുമെന്നത് പോലീസ് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാട്ടുന്നു. നോട്ടീസ് നൽകാതിരുന്നതിന്റെ കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ പോലും വ്യക്തമായി പറഞ്ഞിട്ടില്ല. അത് വളരെ ഗൗരവമുള്ള നിരീക്ഷണമാണ്. കാരണം അറസ്റ്റ് ചെയ്ത ശേഷം അതിന് ന്യായീകരണം കണ്ടെത്തുകയല്ല വേണ്ടത്. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയമപരമായ ആവശ്യകതകൾ പാലിക്കണം. കോടതികൾ പറയുന്നതനുസരിച്ച് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത് മതിയായ തെളിവുകളേക്കാൾ കൂടുതൽ അനുമാനങ്ങളായിരുന്നു. പ്രതി തെളിവ് നശിപ്പിക്കുമെന്ന് പോലീസിന് ബോധ്യപ്പെടുത്താനായില്ല. പ്രതി ഒളിവിൽ പോകുമെന്നും ബോധ്യപ്പെടുത്താനായില്ല. അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യേണ്ട അസാധാരണ സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് കോടതിയുടെ നിലപാട്. ഇതോടൊപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസ് ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് എന്തിനാണ്? ഇതും കോടതി പരിശോധിച്ചു. ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി തള്ളി. അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലെന്ന പോലീസിന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. കോടതി പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അന്വേഷണം നടത്താൻ പോലീസിന് അധികാരമുണ്ട്, പക്ഷേ അധികാരം നിയമത്തിന് മുകളിലല്ല. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പോലീസ് പാലിക്കണം. ഒരു വ്യക്തിക്കെതിരെ കേസ് ഉണ്ടെന്നതുകൊണ്ട് മാത്രം ആ വ്യക്തിയെ നിയമ നടപടികൾ മറികടന്ന് കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഈ കേസ് ടി.ജി. മോഹൻദാസിന്റെ മാത്രം കേസല്ലാതാകുന്നത്. ഇത് നമ്മുടെ ക്രിമിനൽ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ്.